അയോവൈറ്റി ഒരു ലോറി പ്രാന്തന്റെ സ്വർഗം. ഇതെങ്ങനെ ഉള്ളിലേക്ക് വരില്ല. ഇതാണ് സ്റ്റീറിങ് മോനെ, സ്റ്റീറിങ്ങിന്റെ അപ്പൻ. ഇതൊക്കെ കണ്ടോ താഴെയുള്ള നമ്മളെവിടെയും മുള്ളാൻ പോകുമ്പോഴത്തേക്ക് സാധനം കത്തി വെച്ച് എടുത്തോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നു ചെയ്യാൻ പറ്റില്ല. ഇതൊരു 70-80 പഴക്കണ്ടാവും. നിങ്ങളെ കാഴ്ചകൾ കാണിച്ചു തരാം. ഹായ്, നമസ്കാരം. ലോകത്തിലെ ഏറ്റവും വലിയ ട്രക്ക് സ്റ്റോപ്പ് കാണിക്കാൻ പോവാ. ഇനി അടുത്തത് നമ്മുടെ ഹൈവേ ലോക്സിന്റെ കൂടിയുള്ള ലാസ്റ്റ് എപ്പിസോഡും എല്ലാം കൂടി നിറഞ്ഞ് ഇന്നൊരു വണ്ടർ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യാൻ പോണ്. എവിടെ നിന്ന്? അയോവൈറ്റി എന്നറിയപ്പെടുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ട്രക്ക് സ്റ്റോപ്പ്. ഇതിപ്പോ പുറത്തുനിന്ന് നോക്കുമ്പോഴത്തേക്ക് ഒരു സാധാരണ ഷോപ്പിംഗ് കോംപ്ലക്സ് എനിക്ക് തോന്നുമെങ്കിലും ഇതിന്റെ അകത്ത് കയറി കഴിഞ്ഞാൽ നിങ്ങൾ ശരിക്കും ഞെട്ടാൻ പോവാണ്. ഞെട്ടാന്ന് പറഞ്ഞാൽ ഒരു ലോറി പ്രാന്തൻ അല്ലെങ്കിൽ ഒരു വണ്ടി പ്രാന്തന്റെ സ്വപ്നങ്ങൾ മൊത്തത്തിനുള്ളുണ്ട് സത്യമായിട്ടും. അപ്പോ ആ വണ്ടി പ്രാന്തന്റെ അല്ലെങ്കിൽ വണ്ടി പ്രാന്തന്മാരുടെ സ്വപ്ന ലോകത്തേക്ക് നിങ്ങൾ എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. ട്രാവലിസ്റ്റാണ് ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോ നിൽക്കണതേ -16 ഡിഗ്രിയിലാന്ന് പറഞ്ഞാൽ വിശ്വസിക്കും. നമ്മളിപ്പോ ലോകത്തിലെ ഏറ്റവും വലിയ ട്രക്ക് സ്റ്റോപ്പായ അയോവയിൽ വന്നിരിക്കണ, അയോവൈറ്റിയിൽ വന്നിരിക്കണ. ഈ ട്രക്ക് സ്റ്റോപ്പിലുള്ളൂ 220 ഏക്കറിൽ നിൽക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കുമോ? ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നത് വിശ്വസിച്ചേ പറ്റൂട്ടാ. 220 ഏക്കറിലാണ് ഈ ട്രക്ക് സ്റ്റോപ്പ് സ്ഥിതി ചെയ്യണത്. ഒപ്പം തന്നെ 900 ട്രക്കുകൾക്ക് പാർക്ക് ചെയ്യാനായിട്ടുള്ള സൗകര്യം ഇവിടെ അവർ ഒരുക്കിയിട്ടുണ്ട്. അപ്പോ അതായത് 900 ട്രക്സ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഒരു സെമി ട്രക്ക് യുഎസിലെ പാർക്ക് ചെയ്യുന്നിടത്ത് 4 കാർ പാർക്ക് ചെയ്യാം. പിന്നെ ഒരു 5000 കാർ പാർക്ക് ചെയ്യാനുള്ള സ്പേസ്. ആലോചിച്ചു ഇതിന്റെ പാർക്കിംഗ് സ്പേസ് എത്രമാത്രം വലുതാണ്. ആ പാർക്കിംഗ് സ്പേസ് വെച്ചിട്ട് അവർ ഗ്യാപ്പുകൾ ഇട്ടുണ്ട്. അത് വേറെ നേരത്തെ പറഞ്ഞ 220 ഏക്കറിൽ നിൽക്കുന്നത്. അപ്പൊ അത് നമുക്ക് പറയാം. നല്ല തണുപ്പുള്ള നേരം എത്രയും പെട്ടെന്ന് ഉള്ളിലേക്ക് കയറാം. ബാക്കിയുള്ള കാഴ്ചകൾ പറയാം. അപ്പൊ നമ്മുടെ ട്രക്ക് സ്റ്റോപ്പിലേക്ക് എൻട്രി ആട്ടാ. അയോവൈറ്റി ഒരു ലോറി പ്രാന്തന്റെ സ്വർഗം. കേറണ ചക്കന ഓടി കയറി. വരുമ്പോ തന്നെ ഒരു ഫ്രൈറ്റ് ലൈനർ കൂടി ഉണ്ടല്ലേ. ട്രെയിലർ അടക്കം ഫിറ്റ്. അമ്മേ, ഇതെങ്ങനെയാണ് ഉള്ളിൽ കയറ്റി വരില്ലേ? ഇത് ഫ്രൈറ്റ് ലൈനറിന്റെ ഏതാ മോഡല്? ഫ്രൈറ്റ് ലൈനർ ക്ലാസിക് എന്നാണ് ഈ ഒരു മോഡൽ അറിയപ്പെടുന്നത്. കസ്റ്റമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാവിധ ആക്സസറീസും, അത് ഏത് ബ്രാൻഡിൽപ്പെട്ട ട്രക്കും ആയിക്കോട്ടെ. നിങ്ങൾ നിസാറ് ഈ ഹെഡ്ലൈറ്റ് നോക്കിയിട്ട് ഇതുപോലത്തെ ഒരു ട്രക്കിന്റെ അകത്ത് ഇത്രയും ഫാൻസി ആയിട്ടുള്ള ഒരു ഹെഡ്ലാമ്പ് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമോ? അപ്പൊ അതോടൊപ്പം തന്നെ ഇത് മാത്രമല്ല, ഇതിന്റെ പല വെറൈറ്റീസ് ക്രോമിന്റെ ഇതുപോലത്തെ ഇതൊക്കെ ഓരോരോ പാർട്സ് ആയിട്ട് ഒരു സെല് ചെയ്യുന്നതാ. ഒപ്പം തന്നെ ഇതിന് മുമ്പിൽ ഇടാനായിട്ടുള്ള അമേരിക്കൻ ഫ്ലാഗ്. അത് ഏത് സാധനമാണ് വേറെ കിട്ടും. ബേസിക്കലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിന്റർ സമയത്ത് നമ്മൾ ഈ ഗ്രില്ല് കവർ ചെയ്യാൻ വേണ്ടിയിട്ട്, കാരണം റേഡിയേറ്ററിന്റെ ഉള്ളിലേക്കൊക്കെ ഇവിടെ ഫ്രോസ്റ്റ് ആയിട്ട് കാറ്റ് കയറാണ്ടിരിക്കാൻ വേണ്ടിയുള്ള ശ്രദ്ധിക്കുന്നത്. ഇതൊക്കെയാണ് അവർ സെല് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പാർട്സ്. അതിന്റെ ചുറ്റും വെച്ചേക്കുക. ഇതെല്ലാം ചെയിൻസ് ആണ്. അപ്പൊ നമ്മുടെ ടയറിൽ ഗ്ലാസ് ആണ് സംഭവം. ഇത് മറ്റേ നമ്മുടെ വീൽ കപ്പ് പകരം ഇതൊക്കെ ശരിക്കും ഉപയോഗിക്കുന്നത് തന്നെയാണോ? ഈച്ച് ആൻഡ് എവരി നട്ട്സ് തൊട്ടിട്ട് ഒരു വണ്ടീന്റെ ഏറ്റവും കൂടുതൽ കസ്റ്റമൈസ് ചെയ്യേണ്ട എല്ലാ സാധനങ്ങളും വരാം. അതിപ്പോ ചെയിൻ ആണെങ്കിൽ ഇത് അത് ടൈറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന വണ്ടി കേബിൾസും കാര്യങ്ങളും എല്ലാം. ലോറിക്ക് ഇമാതിരി ഒരു ഫാൻസി വീൽ കപ്പ് ചിന്തിക്കാൻ പറ്റും. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിന് താങ്ക് ചെയ്യേണ്ട അമേരിക്കയുടെ MVD അല്ല, DOT ഇവിടെ പ്രശ്നമില്ല. MVD DOT എന്ന് അറിയപ്പെടുന്നത്. അവരിതെല്ലാം അലൗ ചെയ്യുന്നുണ്ട് ആസ് ലോങ് ആസ് ഇറ്റ് ഈസ് സേഫ്. അപ്പൊ ക്വാളിറ്റി ഉള്ള പ്രോഡക്ട്സ് ആണ് ഉപയോഗിക്കാം. അത് നമ്മുടെ നാട്ടിലുള്ള ആ ഒരു സിസ്റ്റം വരണ ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ, ഒരു ഓൾട്രേഷൻ ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ MVD കൊടുക്കുന്നതാണ്. ഇതൊക്കെ ഉണ്ടല്ലോ നമുക്ക് ഡ്രൈവേഴ്സിനും ഡ്രൈവർ സീറ്റിനും പാസഞ്ചർ സീറ്റിനും ഉള്ള കംഫർട്ടിന് ഇരുന്ന് കഴിഞ്ഞാൽ നിലത്തേക്ക് വീഴുന്നോണ്ടല്ലേ. ഓരോന്നും ഡിഫറെന്റ് ആണ്. അതിന്റെ കംഫർട്ടിനനുസരിച്ച് നമുക്ക് ചൂസ് ചെയ്യാം നമ്മുടെ വണ്ടികളിൽ.
ഇതിൻ്റെ വില നിങ്ങൾ കണ്ട $1500, ഏകദേശം ഒരു 1,20,20,000 ഒരു സീറ്റിൻ്റെ വില കാണിക്കണടാ. പക്ഷെ അത് അതിലില്ലാത്ത ഫീച്ചേഴ്സും സാധനങ്ങളും ഇല്ല. മസാജിങ്, ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ്, ഈ ഇവിടെ തൊട്ട് ഇവിടെ വരെ ഈ പൊസിഷനിൽ ഓരോ കൈയിന്റെ അളവില് സെപ്പറേറ്റ് സാധനങ്ങളുണ്ട്. നമുക്ക് നമ്മളതിനനുസരിച്ച് പിന്നെ നമുക്ക് ഓൾ മസാജിങ് സെറ്റപ്പ്, ഹീറ്റിംഗ് സെറ്റപ്പ്, എല്ലാ സാധനവും ഉണ്ട്. ഒരു സീറ്റിന് 1,00,000-1,50,000 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ലെവലില്ല. ഇത് വണ്ടിയിൽ ഇരിക്കാനുള്ള ബെഡില്ലേ, ബങ്ക് ബെഡ്. ഇതിൽ ഹൈവേ ലോക്സ് ചെക്കൻ്റെ ചാനലിൽ ഇതിന് 2-3 പ്രാവശ്യം വീഡിയോ ചെയ്തിട്ടുണ്ടെന്നാണ്. കൂടുതൽ സ്പെക്കുകൾ നമ്മൾ പറയുന്നുണ്ട്. ഇനി ഇതല്ലാത്ത കൂടുതൽ വണ്ടിപരമായിട്ടുള്ള സ്പെക്കുകൾ അല്ലെങ്കിൽ എന്താ പറയുക, വണ്ടി പ്രാന്തമാർ കയറി നോക്കാൻ പറ്റിയ ഒരു ചാനലായിരിക്കണം അല്ലേ? ലോറി ലൈഫ് US-ലെയും കാനഡയിലെ ട്രക്ക് ലൈഫ് ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ചെക്കൗട്ട് ചെയ്തേക്കാം. അതെ, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മൾ എല്ലാ ട്രക്ക് സ്റ്റോപ്പിലും എല്ലാ സംഭവങ്ങളും കാണാറുണ്ട്. എല്ലാ ട്രക്ക് സ്റ്റോപ്പിലും ചെറിയ വെർഷൻ ഉണ്ടാവും. പക്ഷേ ഇവിടെ ഇരിക്കുന്ന സാധനങ്ങൾക്കൊക്കെ എന്തൊക്കെയോ പ്രത്യേകതകൾ. നോക്കി ഈ ക്ലാസ്സുകളൊക്കെ ഇരിക്കുന്ന നോക്കിയാൽ ഇങ്ങനത്തെ ക്ലാസ്സൊക്കെ നമ്മൾ ഇവിടെ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇതെന്നാ സംഭവം അറിയോ, നമ്മുടെ GPS ഒക്കെ ഉണ്ടാവുന്നതിന് മുമ്പ് ഓടിച്ചുകൊണ്ടിരുന്ന ഡ്രൈവർമാർക്ക് യൂസ് ചെയ്യാനുള്ള വഴി അമേരിക്കയിലെ ഓരോ സ്റ്റേറ്റിന്റെ ഓരോ പട്ടണത്തിന്റെ ഫുള്ള് മാപ്പ് അടങ്ങുന്ന ഒരു അറ്റ്ലസ്. എത്ര കൊല്ലായി നിങ്ങളിപ്പോ ഇതിൽ വന്നിട്ട്? കഥകളൊന്നും പറഞ്ഞിട്ടില്ല നമ്മള്. ഞാൻ 2018 ലൈസൻസ് എടുത്ത് ട്രക്ക് ഓടിക്കാൻ തുടങ്ങുന്നത്. നീടാ? ഞാൻ 2020 കൊറോണ 3 കൊല്ലത്തോളമായി ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ട്രക്ക് ഓടിക്കാൻ തുടങ്ങുന്നത്. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ട്രക്ക് ലൈഫിലെ ഏറ്റവും റിമംബറൻസ് എന്ന് പറയുന്നത്, ഇപ്പൊ എല്ലാവർക്കും കൊറോണ ജോലി പോയൊരു സമയമായിരുന്നല്ലോ. നമുക്ക് എല്ലാവർക്കും അറിയാം, അമേരിക്ക തകർന്നു, അമേരിക്കയിലെ മരണങ്ങളുടെ കൂമ്പാരം എന്നൊക്കെ പറഞ്ഞുള്ള ആ ഒരു സമയം ഉണ്ടായിരുന്നത്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കൊറോണ പീരീഡിൽ ആകെ 1.5 ആഴ്ചയാണ് അവധി എടുത്തത്. ഫുൾ ടൈമിൽ ഞങ്ങളുടെ കമ്പനിയിൽ ഞങ്ങളുടെ ട്രക്ക് ഓടുന്നുണ്ടായിരുന്നു. അപ്പൊ അത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. എല്ലാവർക്കും ടെൻഷൻ അടിച്ചിരിക്കുന്നത് എന്തിനാ ചെയ്യണമെന്ന് പറഞ്ഞു. എല്ലാവരും മരിച്ചു വീഴായിരുന്നു. പക്ഷെ നമ്മളെ സംബന്ധിച്ച് സത്യം കൊറോണ ഇവിടെ വെച്ച് വന്നില്ല. ഇതെല്ലാം കഴിഞ്ഞ് കൊറോണ ഒന്ന് ശാന്തമായി കഴിഞ്ഞ് വാക്സിനൊക്കെ കണ്ടുപിടിച്ച് കഴിഞ്ഞ് നാട്ടിലേക്ക് വന്നപ്പോഴത്തേക്ക് നാട്ടിൽ ഇറങ്ങി അവിടെ എയർപോർട്ടിൽ ചെക്ക് ചെയ്തപ്പോഴത്തേക്ക് അവിടെ വെച്ച് പോസിറ്റീവ്. അടിപൊളി. എന്തായാലും നിങ്ങളെ സമ്മതിക്കണം. ചിന്തിക്കാനുള്ള നിങ്ങളെ മാത്രല്ല, ഈ ട്രക്ക് ഓടിക്കണ എല്ലാവരും സമ്മതിക്കണം അല്ലേ? അതൊരു ലൈഫ് തന്നെയാണ്. റിസ്ക് ഉണ്ട്, സന്തോഷം ഉണ്ട്, എല്ലാം ഉണ്ട് അല്ലേ? അതെ അതെ. അതിപ്പം ഇവിടെ മാത്രമല്ല കേട്ടോ, എവിടെയാണെങ്കിലും ലോറി ഓടിക്കുന്ന അല്ലെ ഡ്രൈവർ ജോലി പ്രൊഫഷനായിട്ട് ചെയ്യുന്ന എല്ലാവർക്കും നമ്മുടെ സല്യൂട്ട് ഉണ്ട്. അതെ, നമ്മുടെ ട്രാവൽസ് ഫാമിലിയുടെയും ഒരു സല്യൂട്ട് ഉണ്ട്. ഇനി ഇവിടേക്ക് വരുമ്പോൾ ഓരോ ബാഗുകളും ബ്രഷിങ്ങിന് സംഭവത്തിനൊക്കെയുള്ള ബാഗുകൾ, ലഗേജ് ബാഗുകൾ ഒക്കെ ഒരു മിലിറ്ററി ടച്ചുള്ള അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു വേറെ ടച്ചിന് എല്ലാ പ്രൊഡക്റ്റും നമുക്ക് കാണണം കേട്ടോ. ഇത് ബൈക്കേഴ്സിനുള്ള സാധനം ഇതിനുള്ളതല്ലേ? ജാക്കറ്റുകളൊക്കെ വേറെ ഉണ്ടല്ലേ? അപ്പൊ ഇത് 2 നിലകളാണല്ലേ? ഇതൊക്കെ സാധനം, ഇത് കപ്പ് ഹോൾഡറിംഗ് ആണല്ലേ? അറിയാമല്ലോ, അമേരിക്കൻ ഫുട്ബോളും കാര്യങ്ങളും. ഇവിടെ അമേരിക്കക്കാർക്ക് സ്പോർട്സ് എന്ന് പറഞ്ഞാൽ പ്രാന്താണ്. അപ്പൊ ഓരോ ടീമിനും സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് അവരുടെ സാധനങ്ങൾ ഇടാൻ വേണ്ടിയിട്ടുള്ള ഇതും അതേമാതിരി ടീമിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് അവർക്ക് ഓരോ വലിയ വലിയ ഗെയിംസ് വരുമ്പോഴത്തേക്ക് അവരെ കഴുത്തിലിട്ട് ഫാൻസി ആയിട്ട് പോകുന്നുണ്ട്. ഫുട്ബോളിന്റെ ഒക്കെ വേൾഡ് കപ്പ് വരുമ്പോഴത്തേക്ക് അങ്ങനത്തെ കുറെ സെറ്റപ്പ്. നമ്മള് ഈ ലോറി ജീവൻ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ലോറിയുടെ ആക്സറീസ് എന്ന് പറഞ്ഞാൽ ഈച്ച് ആൻഡ് എവരി സാധനങ്ങൾ നോക്കിയാൽ ഇനി അടുത്ത് നമ്മുടെ സ്റ്റിയറിംഗിന്റെ സംഭവം ഇതിനെന്ത് വിലയുണ്ട്? 60 രൂപ അല്ലേ ഒരെണ്ണത്തിന്? സാധനങ്ങൾക്ക് 60 രൂപയൊക്കെ ആണെങ്കിൽ ഇവിടെയൊക്കെ അതേമാതിരി തിരിഞ്ഞു കഴിഞ്ഞാൽ ഗിയറിനുള്ള കവറല്ലേ? മാനുവൽ ഷിഫ്റ്റിംഗ് വണ്ടിയൊക്കെ ഉള്ളത്. അതുവരെ ക്ലാസിക് മോഡലുകളല്ലേ കൂടുതൽ ഉപയോഗിക്കുന്ന ട്രക്സിന്റെ ഫ്രണ്ടിൽ വരുന്ന ലോഗോ. നമ്മുടെ നാട്ടിലൊക്കെ വണ്ടി വെച്ചോളാം. അതായത് നമ്മുടെ ഹുഡിന്റെ മുകളിൽ ഹുഡ് ഓർണമെന്റ് എന്ന് അറിയപ്പെടുവേ. അതേപോലെ തന്നെ ഈ ഒരു $233 ഏകദേശം 20,000 രൂപയുടെ ഒരു സാധനത്തിന്റെ വില. പ്രാന്തിന്റെ പുറത്ത് പൈസ കൊടുക്കണല്ലോ ഇവരെ. സൈഡ് മിറർ കവർ, സൈഡ് മിററിന്റെ കവർ നോക്കിയാൽ $30. ഈച്ച് ആൻഡ് എവരി സാധനങ്ങൾ ഇവർക്ക് വെച്ചിരിക്കാട്ടോ. ഇനി അടുത്തത് ഹെഡ് എടുത്തിട്ട് ഈ സാധനങ്ങൾ അത് നമ്മള് ലോറിയിൽ മാത്രം നമ്മൾ കാറിന്റെ ഒക്കെ വെക്കാൻ പറ്റുന്നുള്ളൂ. ഇതൊക്കെ ഓരോ സൈസിന്റെ നമുക്ക് മുകളിൽ പിടിച്ചിട്ടല്ല മാറ്റാം. ഇങ്ങനെ ഉണ്ടാവുകയെന്ന് വെച്ചാലും ഇവിടെ പിടിച്ചിട്ട് അവരെ പരിപാടി. അതുകൊണ്ട് അവർക്ക് എന്ത് സാധനങ്ങൾ ഇങ്ങനെ വേണമെന്നില്ല, കുഴപ്പമില്ല. ഇത്രയും പൊക്കമുള്ള ഒരു സാധനം ഇത് എന്നാ പറ്റുമോ?
ഗിയർ ലിവർ ഉണ്ടല്ലേ ഇത് ഗിയറിന്റെ ലിവർ. അപ്പൊ നമ്മൾ സീറ്റ് ഇരുന്ന് കഴിഞ്ഞാൽ ഷിഫ്റ്റ് ചെയ്യണം ഇങ്ങനെ ആയിരിക്കും. അങ്ങനെ ഇപ്പോഴും ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലേ. ഇപ്പൊ നമ്മള് നാട്ടില് കാർ ഓടിക്കുമ്പോഴത്തേക്ക് ലെഫ്റ്റ് ഹാൻഡ് ഇങ്ങനെ പയ്യെ നമ്മള് ഗിയറെ വെച്ച് ഓടിക്കുന്നത്. അപ്പം ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് ആയതുകൊണ്ട് തന്നെ നാച്ചുറലി റൈറ്റ് കൈ ഇങ്ങനെ വെച്ചിട്ടായിരിക്കും രാജാ മറ്റേ ഇതിൽ നിൽക്കണ സിംഹാസനത്തിൽ ചെയ്യണ പോലെ. അത് പല വില. $433 ഈശോ $40,000. ഇത് കണ്ടോ, ഇതാണ് 18 സ്പീഡ് മാനുവൽ ഗിയറിന് യൂസ് ചെയ്യുന്ന ഷിഫ്റ്റിംഗ് പാറ്റേൺ എന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ 5 ഗിയർ അല്ല 4 ഗിയർ കഴിഞ്ഞാൽ വീണ്ടും മുമ്പ് ഷിഫ്റ്റ് ചെയ്യുക, ഇതാക്കുക. ഓരോ ഗിയറിനും ഹൈയും ലോയും ഒക്കെ ഉണ്ടാവും. അവർ പെടസാണ് ഈ മാനുവൽ വണ്ടി ഓടിക്കാൻ ഒരു പ്രത്യേക ഫീൽ. മാനുവൽ ഓടിക്കാൻ പ്രാന്താണല്ലോ. ഇടക്ക് ഞാൻ മറ്റേ നമ്മളെ ഗ്രാവലിന്റെ ഇതിൽ വർക്ക് ചെയ്യാൻ പോയിരുന്നു. അവിടെയൊക്കെ മാനുവൽ വണ്ടിയാണ്. അത് ഭയങ്കര ഒരു അടിപൊളി സംഭവമാണ്. നാട്ടിൽ നിന്ന് ഇക്കൂട്ട് സാധനത്തിന്റെ ഫോട്ടോ ഫോണിൽ വെച്ചാൽ ഒരു ടിക്കറ്റ് എംപി എടുത്തോണ്ടൂലെ. ഇവിടെ ലീഗലി ഒരു എംപി ഒരു താങ്കും ഇല്ലാട്ടോ ഇവിടെ എന്ന് പറയണം. അങ്ങനെ പറയണം. നമ്മുടെ വണ്ടിയുടെ ഹോൺ ഇതുവരെ അടിച്ചിട്ടില്ല കേട്ടോ. ട്രെയിനിലൊക്കെ നാട്ടിൽ യൂസ് ചെയ്യുന്ന ബ്ലോ ഹോണുമായിട്ട് ഒരു കൈൻഡ് ഓഫ് സിമിലർ സൗണ്ട് ആണ് ഇവിടുത്തെ ട്രക്സിന്റെ ഹോണിനും. അത് ഇവര് ഒരു പ്രൈഡുമായി ഇങ്ങനെ അവരുടെ ലൊക്കാലിറ്റി. ഇവിടെ അങ്ങനെ ഗവൺമെന്റ് ഇത് വെച്ചോണ്ട് അത് അടിച്ചോണ്ട് ആവശ്യ നേരത്തെ അടിക്കാം, കുഴപ്പമൊന്നുമില്ല. ഈ റെസിഡൻഷ്യൽ ഏരിയ കൊണ്ടുപോയി അടിക്കാൻ ഞാൻ ചില അതിന്റെ സൈനുകളും കാര്യങ്ങളും. ഇതൊക്കെ നമ്മള് കൊതിയാവട്ടെ. നോക്കിയേ സാധനങ്ങൾ ഇവര് കച്ചവടം ചെയ്തിട്ട് നിങ്ങൾ മേടിച്ചോണ്ടൊക്കെ ഉപയോഗിച്ചോന്ന് പറഞ്ഞത്. ഈ ഒരു ഹോണ്ട വില എത്ര വരും? $798, ഏകദേശം $60,000 സാധനങ്ങളൊക്കെയാണ് അവർ വിൽക്കുന്നത്. നമ്മൾ എംപിടിനെ ആരും കുറ്റം പറഞ്ഞൊന്നുമില്ല. നമ്മുടെ അവസ്ഥയാണ്, നമ്മുടെ എന്താ ചെയ്യാലോ നാട്ടിലൊക്കെ എന്താ വരാലോ ഇനി. അതായത് വണ്ടി ഇഷ്ടപ്പെടുന്ന, വണ്ടി ഓൺ ചെയ്യുന്ന ഓരോ മനുഷ്യന്റെ ആഗ്രഹം ആയിരിക്കുമല്ലോ എന്റെ വണ്ടി ഡിഫറെന്റ് ആയിരിക്കണം, എന്റെ വണ്ടി സ്പെഷ്യൽ ആയിരിക്കണം. അപ്പൊ അതിനുള്ള ഒരു ഫ്രീഡം ഇല്ലെന്നുണ്ടെങ്കിൽ ആലോചിച്ച് നോക്കി. പക്ഷെ അതൊക്കെ നമുക്ക് വരണം നാട്ടിലല്ലേ. സ്റ്റീറിങ്ങിന്റെ സാധനം നിങ്ങൾ നോക്കിയാ, ഇതാണ് സ്റ്റീറിങ് മോനെ. സ്റ്റീറിങ്ങിന്റെ അപ്പൻ റിവോൾവറും ബുള്ളറ്റും കൂടിട്ട് പലതരം വെറൈറ്റികളുണ്ട്. അതിന്റെ തന്നെ കളർഫുൾ മെയിൻ സാധനം. ഇതിന്റെ വണ്ടി ഇതാണ് പീറ്റർബിൽറ്റിന്റെ 589 ക്ലാസിക്. ഇതുപോലെ ഒരു ലോറി കണ്ടടക്കാൻ വേണ്ടിട്ട് നമ്മുടെ എംവിഡി സമ്മതിക്കും. ലോറി വേണ്ട, ഏത് വണ്ടി ആയിക്കോട്ടെ. നമ്മുടെ മാത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹം ഇങ്ങനത്തെ ട്രക്ക് നാട്ടിലേക്ക് കൊണ്ടുവരില്ല. പീറ്റർബിൽറ്റിന്റെ 589 ഓർണം ഇതേ വണ്ടി നാട്ടിലേക്ക് എത്തിക്കുക എന്നുള്ള വലിയ ഡ്രീമാണ്. പറ്റില്ലേ? പറ്റും. പറ്റിക്കട്ടെ. നമ്മൾ നേരത്തെ കണ്ട മറ്റേ $500 സാധനം കണ്ടോ നോക്കിയാ മുമ്പിലിരിക്കുന്ന പീറ്റർബിൽറ്റ്. ലൈറ്റിന്റെ ഒക്കെ ക്ലാസിനെസ് കാണുമ്പോഴേ നമുക്ക് അറിയാം ഏതാ മൂഡ് എന്നുള്ള കാര്യം കേട്ടോ. നീ എപ്പോഴേക്കും കയറിയാ? അന്ന് ഞാനും കയറുന്നുണ്ട്. ഇതായിരുന്നു ഇത് എയർ ഫിൽറ്റർ, എയർ ഇൻടേക്കിന് വേണ്ടിയിട്ടുള്ള സെറ്റപ്പുകളാണ്. പച്ചലൈറ്റൊക്കെ എത്തിച്ച് അവർ ഓടിക്കില്ല. നമുക്ക് ഓരോ വണ്ടിക്കും ഇഷ്ടമാണ്. കാരണം ഇതെല്ലാം മാർക്കറ്റ് ലൈറ്റുകൾ എന്ന് പറയപ്പെടുന്നത് വണ്ടികളെ എല്ലാ റോഡിൽ നമ്മുടെ പ്രസൻസ് അറിയിക്കാൻ വേണ്ടിയിട്ടുള്ളത്. പിടിച്ചങ്ങടെ കേറുമ്പോ തന്നെ റേഞ്ച് മാറി. ട്രക്ക് ഓടിക്കുന്ന എല്ലാവരും തന്നെ ഡ്രീം ആയിട്ടുള്ള ഒരു കോക്പിറ്റ് ആണ് ഇത് എന്ന് പറയുന്നത്. ക്ലാസിക് കോക്പിറ്റ്, എല്ലാം പഴയ വിന്റേജ് മോഡൽ സ്വിച്ചുകൾ. ഇത് മാനുവൽ ഗിയർ ഷിഫ്റ്റ് ആണ്. പക്ഷെ നമ്മുടെ വണ്ടി വെച്ച് നോക്കുമ്പോൾ ഉള്ളിലേക്ക് ക്യാബിനൊക്കെ ഭയങ്കര സ്പേസ് കുറവാണ്. ചെറുതാണല്ലേ, നിൽക്കാൻ പറ്റില്ല. സിംഗിൾ ഡ്രൈവർ ആയിട്ട് ഓണർ ഓപ്പറേറ്റേഴ്സ് അധികം ആൾക്കാർ അങ്ങനത്തെ സാധനമൊക്കെ യൂസ് ചെയ്യാം. പ്രത്യേക ഫീല് സാധനം അത്. അതായത് ഇതിന്റെ അകത്തെ ഡിജിറ്റൽ സാധനങ്ങളെല്ലാം മാറ്റി നമ്മുടെ അനലോഗ് സെറ്റപ്പിലേക്ക് ആക്കിയേക്കുക. അതാ ഇതിന്റേതായ ഒരു ക്ലാസിക് ഫീൽ. ഒന്ന് ആലോചിച്ച് നോക്കി, ശരിക്കും വിമാനത്തിന്റെ ഒരു കോക്പിറ്റ് ഇരിക്കുന്ന ഒരു സെറ്റപ്പ് അല്ലേ. ഡിജിറ്റല് മാറ്റി അനലോഗ് ആക്കിയല്ലേ, ഇനി ശരിക്കും അനലോഗ് ആണ്. അനലോഗ് എന്ന് മാറിയിട്ട് നമ്മളിപ്പോ ഡിജിറ്റലിലേക്ക് വന്നത്. ഇപ്പോഴത്തെ കാലത്ത് ഇത് ശരിക്കും വരുന്നത് ഡിജിറ്റൽ അല്ലേ. പക്ഷെ ഇതിന്റെ സൗണ്ട് കേൾക്കാൻ രസല്ലേ. ഇതില് നമുക്ക് ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ ഒരാള് ഒരു 6 അടി പൊക്കമുള്ള ആള് നടന്നു പോയാൽ പോലും നമ്മൾ അറിയില്ല. ഒരു കാറ് പാർക്ക് ചെയ്ത് ഈ വണ്ടി വരുമ്പോ 6 അടി പൊക്കാരനെ ഓടിയോളൂ. എങ്ങനെയുണ്ട് എന്റെ പൊന്നോ. മാത്രമേ കാണാല്ലേ, മാത്രമേ കൈയിന്റെ തുമ്പ് മാത്രമേ കാണാലോട്ടാ. ഈ സാധനം ചെറുപ്പക്കാരൊക്കെ ഒത്തിരി പേര് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ എഫോർഡ് ചെയ്യാൻ ചില്ലറ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് ഡബിൾ എക്സ്പെൻസ് സാധനം കൊണ്ടുനടക്കുന്നത്. നമ്മുടെ മലയാളികളെ ഉപയോഗിക്കുന്നുണ്ടോ ഇതിലെ? നിങ്ങൾ ആരെങ്കിലും ഈ വണ്ടി ഉപയോഗിക്കണമെങ്കിൽ കമന്റ് ചെയ്തോളൂ. എന്തെങ്കിലും എനിക്കിന്ന് ഇതിൽ യാത്ര ചെയ്താൽ കൊള്ളുന്നുണ്ട് അല്ലേ. അടിപൊളി. ഇതൊക്കെ വുഡ് ആൻഡ് ഫിനിഷ് ആട്ടോ, വുഡ് ആൻഡ് ഫിനിഷ്. ഇതൊക്കെ മാനുവലി പൊന്തിക്കുന്ന പരിപാടി കേട്ടോ. എന്തായാലും അതൊരു ലോകം. വേറെ ലോകം. $800 കേട്ടോ, ഏകദേശം $60,000 $70,000 റേറ്റ് വരണേട്ടാ. സാറിന്റെ ബന്ധുക്കൾ അറിയണ്ട.
ഇതൊക്കെ ഈ ബാക്ക് ലൈറ്റൊക്കെ എന്ത് റുപ്യ വരുന്നു? വോൾവോൻ്റെ ഓരോ കമ്പനികൾക്ക് ഓരോന്നുണ്ട് കേട്ടോ. കെൻവർത്ത്, ഫ്രൈറ്റ് ലൈനർ ഒക്കെ ഉണ്ട് കേട്ടോ. ഇത് മറ്റേ സൈഡ് ലൈറ്റ് അല്ലേ? നിങ്ങളുടെ ആരെങ്കിലും അമേരിക്കയിലൊക്കെ ഉണ്ടെങ്കിലേ ഏതെങ്കിലും ലൈറ്റ് സംഭവങ്ങളൊക്കെ കൊണ്ടുവരാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർ കൊണ്ടുവരും കേട്ടോ. ബ്രാസ് എന്നുള്ളത് ഇതിന് ഈ സൗണ്ട് കൂട്ടുന്ന സാധനം ആ സാധനം കടിക്കുന്നത് $900 ഏകദേശം 70,000 രൂപയാണ് ഒരു സൈലൻസറിന്റെ റേറ്റ് വരുന്നത്. ഒറ്റ പീസിന് 2 സൈഡും വേണമല്ലേ? വെറുതെ പുക ഇവിടെ 2 ലക്ഷം രൂപയാണല്ലേ നെട്ടുകൾ വീലിന്റെ നെറ്റാണ്. പുറത്തേക്ക് ഇത്ര ഭാഗം പുറത്തേക്ക് നിൽക്കൂലേ? നാട്ടില് വണ്ടി കിട്ടി കഴിഞ്ഞാൽ വണ്ടിന്റെ വിടുത്തിനെക്കാട്ടും ഇത്ര സെന്റിമീറ്റർ ഒരു അളക്കുന്ന ടൈപ്പ് കൊണ്ടുവരില്ലേ? MBD കൊണ്ടുവരും. ഇത്ര ഇതിനെക്കാട്ടും പുറത്തേക്കാണ് മക്കളെ ഇതാന്നും പറഞ്ഞിട്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് MBD ഉണ്ടാണ്. നമ്മുടെ സുജയൻ സാർ കുറെ ആൾക്കാരുണ്ട്. നമ്മളാരും കുറ്റം പറഞ്ഞതല്ല. നമുക്ക് ഇത് നമുക്ക് നമ്മുടെ നാട്ടിൽ ചെയ്യാൻ പറ്റുന്നൊരു വിഷമം ഉണ്ടല്ലോ. ആ വിഷമം മാത്രം പറയണോ. നമ്മൾ MBD ആരും കുറ്റം പറയില്ല. ഓക്കെ, ഇതൊക്കെ മറ്റേ ഉണ്ട പോണ പോലെ കൂട്ടാ. നോക്കിയാ ഈ ഇവിടുത്തെ ട്രക്കിന്റെ സൈഡിൽ നമുക്ക് എപ്പോഴും കാണാം. നമ്മുടെ വണ്ടിയിലായിട്ടാണ്. നിങ്ങളുടെ ആരെങ്കിലും അമേരിക്കയിലേക്ക് കൊണ്ടുവരാം. $3 ഒരെണ്ണത്തിന് $3 ഏകദേശം 300 രൂപയാണ്. 300 ഇല്ല, ഒരു 250 രൂപയാണ്. എത്ര എണ്ണം വേണം? ഒരു നട്ടിന്റെ കവറിന് നമുക്ക് വൺ സൈഡ് വീലിൽ തന്നെ 10 നട്ട്സ് ഉണ്ടാവും. അതിൽ തന്നെ അതായത് വജ്രം പിടിപ്പിച്ചിട്ടുള്ള നട്ടുകളുണ്ട് അതിനുള്ളിൽ. നോക്കിയാൽ 2 ഒക്കെ ഉണ്ട്. വജ്രം ഓരോ വെറൈറ്റി കളറുകളുണ്ടാ. അതിന്റെ വയറിംഗ് ഉള്ളിൽ കൂടെ പോകുന്നുണ്ടെന്നാണ് നമ്മള് സമ്മതിച്ചില്ല. ഇത് ഇതിന്റെ ഫസ്റ്റ് ഫ്ലോർ മാത്രമാണ്. ഈ ഒരു ഏരിയ അടുത്ത ഏരിയയിലേക്ക് പോകുമ്പോ ഉണ്ടല്ലോ നിങ്ങളെ കാഴ്ചകൾ കാണിച്ചു തരാം. നമസ്കാരം. നിങ്ങളെ ആഫ്രിക്കയിലേക്കും സൗത്ത് അമേരിക്കയിലേക്കും യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണോ? അങ്ങനെയാണെങ്കിലേ ഗ്രീൻ ബുക്ക് എക്സ്പെഡിഷന്റെ കൂടെ യാത്ര ചെയ്താലോ? മെഗാ സൗത്ത് അമേരിക്കൻ സാഗ ഈ ഏപ്രിൽ മാസത്തിലും മെയ് മാസത്തിലും ഓഗസ്റ്റ് മാസത്തിലും നടക്കുന്നുണ്ട്. അപ്പോൾ വളരെ ചെറിയ ഗ്രൂപ്പുകൾ മാത്രം നമ്മൾ അറ്റൻഡ് ചെയ്യണത്. 10-12 പേരുള്ള ചെറിയ ഗ്രൂപ്പുകളാണ് യാത്ര ചെയ്യണത്. ലോകത്തിലെ 2 മെയിൻ വണ്ടേഴ്സും 3 നാച്ചുറൽ വണ്ടർ അടങ്ങിയിട്ടുള്ള യാത്രയാണ്. മാച്ചു പിച്ചും ആമസോൺ റെയിൻ ഫോറസ്റ്റും ക്രൈസ്റ്റ് റെഡീമറും ഇഗ്വാസ് വാട്ടർഫോളൊക്കെ അടങ്ങിയ പെറു, ബ്രസീൽ, പാരഗ്വേ, അർജന്റീന, ചിലെ എന്ന രാജ്യങ്ങളിലാണ് നമ്മൾ ടൂർ അറേഞ്ച് ചെയ്യുന്നത്. ഒപ്പം തന്നെ ജൂൺ ജൂലൈ മാസങ്ങളിൽ ആഫ്രിക്കൻ യാത്രയും കൂടി ഉണ്ട്. അതിൽ സൗത്ത് ആഫ്രിക്ക, ബോട്സ്വാന, സിംബാബ്വെ, സാംബിയ എന്ന രാജ്യങ്ങളിലൂടെയുള്ള യാത്രയാണ്. അതും നാച്ചുറൽ വണ്ടേഴ്സ് അടങ്ങിയ യാത്രയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ആഫ്രിക്കൻ യാത്രയും നമ്മൾ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് ആഫ്രിക്കയിലും സൗത്ത് അമേരിക്കയിലാണ്. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും നമ്മുടെ കൂടെ എൻ്റെ കൂടെ യാത്ര ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം. നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാം വിത്ത് ഗ്രീൻ ബുക്ക് എക്സ്പെഡിഷൻസ്. ടിപ്പുന്റെ വാള് സേഫ്റ്റിക്കാന്നുള്ളത് ഇതൊക്കെ കണ്ടത് താഴെയുള്ള സേഫ്റ്റിക്ക് തന്നെയാവുമല്ലോ ഇതൊക്കെ. അമേരിക്കയിൽ നമുക്ക് ആംസ് ക്യാരി ചെയ്യാമല്ലോ. നമ്മുടെ പ്രോപ്പർട്ടിയും കാര്യങ്ങളും എല്ലാം പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിട്ട് അലൗഡ് ആണ്. പണ്ട് കാലത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴല്ല ഈ കാർഡ് സിസ്റ്റം ഒക്കെ വന്നത്. പണ്ട് കാലത്ത് ഈ പൈസ മേടിക്കലും പിടിക്കലൊക്കെ ആയിട്ട് എപ്പോഴും റോബറി ഉണ്ടാവാറുണ്ടെന്ന് തോന്നുന്നു. അതില് പണ്ട് കാലത്ത് മാത്രമല്ല, അത് ഇന്നത്തെ കാലത്തും ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ ട്രക്കേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഏറ്റവും വലിയ നൈറ്റ്മെയർ ആണ് രാത്രി കാലങ്ങളിൽ ഒറ്റപ്പെട്ട ട്രക്ക് സ്റ്റോപ്പുകളിലോ അല്ലെങ്കിൽ റെസ്റ്റ് ഏരിയാസിലോ ഇറങ്ങുമ്പോൾ നമ്മൾ എക്സ്ട്രീംലി സൂക്ഷിക്കണം. കാരണം എല്ലാവരുടെ കയ്യിലും ഇമാതിരി സാധനങ്ങൾ ഉണ്ടാവും. ഒന്ന് നമ്മൾ എവിടെയെങ്കിലും മുള്ളാൻ പോകുമ്പോഴത്തേക്ക് സാധനം കത്തി വെച്ചെടുത്തോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നില്ല. ഇനിയിപ്പോ അവൻ എന്തെങ്കിലും ഒരു നിരസിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് കുത്തി കയറ്റി അവൻ പോയി കഴിഞ്ഞാൽ നമുക്ക് വിളിക്കാൻ ആരും ഉണ്ടാവില്ല. നിങ്ങള് ഇങ്ങനെ നിൽക്കാൻ നേരത്തിനല്ലോ 2 പേരും മാറി. അപ്പൊ രാത്രി അളക്കാൻ വരുന്ന ആൾക്കാരുടെ രൂപത്തിലേക്ക് മാറണം. ഇത് വേറൊരു കാര്യമുണ്ട് സാറിന്റെ. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് ഓടിക്കുന്ന ഡ്രൈവർമാരൊക്കെ ഉണ്ടല്ലോ, സീറ്റിന്റെ ഡ്രൈവർ സീറ്റിന്റെ അല്ല പാസഞ്ചർ സീറ്റിന്റെ അവിടെ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെച്ചേക്കും. അതായത് അവര് ബാക്കിൽ സ്ലീപ്പറിൽ കിടന്നുറങ്ങുമ്പോൾ കള്ളന്മാരൊക്കെ പുറത്തേക്കൂടെ പോകുമ്പോഴത്തേക്കും അവിടെ ഒരാളുണ്ടെന്നുള്ള ഒരു പ്രതീതി കൊടുക്കാനുള്ള, ഉള്ളവൻ ഭീകരനാന്നുള്ള ഒരു പ്രതീതി കൊടുക്കാനുള്ള രീതിയിൽ ഇങ്ങനെയുള്ള പല സാധനങ്ങളുണ്ടല്ലോ. കള്ളിന്റെ കാര്യങ്ങൾ ഇപ്പൊ വരുന്നവൻ ഒരു റിവോൾവറും കൊണ്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അകത്തിരിക്കണവന്റെ മെഷീൻ കണ്ടുണ്ടെങ്കിൽ നാച്ചുറലി അവൻ വഴിമാറി പോകില്ലേ. അപ്പൊ ആ ഒരു ഇംപ്രഷൻ കൊടുക്കാൻ എന്താ നോക്കിയല്ലേ ഐറ്റങ്ങളെന്ന് പറഞ്ഞ ഐറ്റങ്ങൾ തന്നെയാട്ടോ. ഇവിടെ ടീഷർട്ടുകളുടെ ഒരു ലോകം കേട്ടോ. എല്ലാ വണ്ടി ഹൈവേ ലോക്സിന് ടീഷർട്ട് വരേണ്ട സമയം കഴിഞ്ഞല്ലോ. ഹൈവേ ലോക്സിന്റെ മെർച്ചൻഡൈസുകളെല്ലാം നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. എന്തായാലും അതെല്ലാം നമ്മുടെ ചാനലിൽ കൂടെ വഴി കൂടെ. അതെ, നിങ്ങൾക്ക് ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ വാങ്ങണമെങ്കിൽ നമുക്ക് ഹൈവേ ലോക്ക് കൂടെ പിടിക്കാം. അവിടെ ഒരു ഹൈവേ ലോക്ക് എന്നൊരു സാധനം വരും. പക്ഷെ ഇരിക്കുന്നത് ക്ലാസിക് വണ്ടികളായിരിക്കും കേട്ടോ. ഞാൻ നോക്കിയാ ഇവിടെ വില്ലീസ് കിടക്കണ നോക്കിയാ. ഇത് ഒറിജിനൽ സാധനം തന്നെ കേട്ടോ.
ഇന്ത്യൻ പുളി കേസുകളല്ല ചേട്ടൻ നിർറോള്. എന്നിട്ട് അതുമായി ബന്ധപ്പെട്ട് കൊടുക്കാനായിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ നോക്കിയാൽ. വില്ലീസ് റേഞ്ചിലുള്ള ടീഷർട്ടുകൾ, കൗബോയ്. നമ്മുടെ ലോകം എന്ന് പറഞ്ഞ കൗബോയ് ആണല്ലോ. ഇവിടെ ബൈക്കേഴ്സിന് വേണ്ട സെറ്റപ്പുകളും അതുപോലെ കൗബോയ്സിന് വേണ്ട എല്ലാ കാര്യങ്ങളും വേണ്ട ബൂട്ട്സ് ഒക്കെ കണ്ടോ നോക്കണം. ഇത് അമേരിക്കയിലെ സ്പെഷ്യലാണ് ഈ കൗബോയ് ബൂട്ട്സ്. പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പോഴത്തേക്ക് ഈ അണലി ഉണ്ടല്ലോ, എല്ലായിടത്തും അണലി വർഗത്തിൽപ്പെട്ട സ്നേക്സ് ഉണ്ടാവും, റാറ്റിൽ സ്നേക്സ് എന്ന് അറിയപ്പെടുന്നു. അതൊന്നും പെട്ടെന്ന് കടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സാധനങ്ങൾ അവർ എപ്പോഴും ഉപയോഗിക്കുന്നത്. $100 $125 കുഴപ്പമില്ല. 15,000. ഈ ബ്രാൻഡ് തന്നെയാണോന്ന് അറിയില്ല, പക്ഷെ ഇങ്ങനത്തെ ഏതൊരു ഷൂവിന്റെ ബ്രാൻഡ് ഉണ്ട്. നമ്മൾ ഈ ഹണ്ടേഴ്സ് ഒക്കെ അല്ലേ, എൽക്കിനെയും മാനുകളെയും ഒക്കെ ഹണ്ട് ചെയ്യുന്നത്, അവര് ആ ഹണ്ട് ചെയ്യുന്ന സാധനത്തിന് അവർക്കൊരു മെമ്മറി മാതിരി കീപ്പ് ചെയ്യാൻ വേണ്ടി അവർ അതിന്റെ സ്കിൻ അവരെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവരത് ബൂട്ട് ഉണ്ടാക്കി കൊടുക്കും. നമ്മൾ ആനനെ വെടി വെച്ചപ്പോ ആനയുടെ കാല് സ്റ്റൂളായ പോലെ. സേഫ്റ്റിയുടെ ഭാഗമായിട്ടുള്ളതാണ് സാധാരണ സ്റ്റീൽ ടോസ്, പക്ഷെ ഇത് ഇതിന്റെ ഓർണമെന്റ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ക്യാപ്പുകളൊക്കെ നല്ല ക്ലാസിക് ക്യാപ്പുകളാ. കട മൊത്തം വാങ്ങിക്കൊണ്ടുവരുന്നൊക്കെ ആലോചന മനസ്സിലുണ്ട്. അത് വേറെ കാര്യം. എന്തിട്ടൊക്കെ വേണ്ടല്ലതാന്ന് നോക്കിയിട്ട് ആവരിക്കുന്നൊക്കെ. പിന്നെ ഇതെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് ഇങ്ങനെ കുറെ സാധനങ്ങൾ വിൽക്കുന്ന ഒരു കട മാത്രമാണെന്ന് നിങ്ങൾ വിചാരിക്കരുത് ഒരു ട്രക്ക് സ്റ്റോപ്പ്. അതുകൊണ്ട് ഇതിന്റെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നോക്കിക്കേ, മുകളിലാണ് ട്രക്കേഴ്സിന് വേണ്ടിയിട്ടുള്ള ഷവർ, ഡെന്റിസ്റ്റ്, സിനിമ കാണാനുള്ള തിയേറ്റർ, ബാർബർ, പബ്ലിക് ലോണ്ടറി, നമുക്ക് ആവശ്യത്തിന് നമ്മുടെ തുണികളെല്ലാം കഴുകി നടുവേന ഉള്ളവന് കൈരോപ്രാക്ടർ, ഇതെല്ലാം ഒരു ഡ്രൈവർക്ക് വേണ്ട എല്ലാ സാധനങ്ങളും, പല്ല് മുതല് കുള്ളി വരെയുള്ള പരിപാടികളാ. അപ്പൊ നമ്മൾ പതുക്കെ ആ സെക്ഷനിലേക്കാണ് പോവാ. എന്തായാലും വണ്ടി നിർത്തിയിട്ട് 10 മണിക്കൂർ റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ വീണ്ടും ഒരാൾക്ക് വണ്ടി ഓടിക്കാൻ പറ്റുള്ളൂ. ആ സമയം കൊണ്ട് തലമുടി വെട്ടി ഒന്ന് കുളിച്ച് തുണിയൊക്കെ അലക്കി അത്യാവശ്യം ഡോക്ടറെ ഒക്കെ കണ്ടുപോയാൽ മതി, വെറുതെ പോകണ്ടെന്ന്. ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ നാട്ടിലും നമ്മുടെ നാട്ടിലെ ഡ്രൈവർമാർക്ക് ഇങ്ങനത്തെ ഫെസിലിറ്റികൾ ഒരുക്കണമെന്ന് നമ്മൾ റെക്കമെൻഡ് ചെയ്യണോട്ടോ. ഇതൊരു 70-80 കൊല്ലം പഴക്കണ്ടാവും കേട്ടോ. ഞാൻ തെറ്റി കേട്ട വണ്ടി ആങ്കറോണ് മരത്തിന്റെ ഡിസ്ക് കേട്ടോ. മറ്റേ എലോയി മരത്തിന്റെ അത് കൂടാണ്ട് സാധനം ഓട്ടോമാറ്റിക് ആയിരിക്കും, 2 പെടലുള്ളല്ലോ. അത് ശരിയാണല്ലോ. ചിലപ്പോ വേറെ വല്ല പഞ്ചിങ്ങും പരിപാടികളൊക്കെ ആയിരിക്കും പണ്ടത്തെ സ്ഥലം. പാല് കൊണ്ടുവന്ന വണ്ടി ആയിരിക്കട്ടോ. ഇവിടെ ലോണ്ടറി സെറ്റപ്പ് വേണ്ട. ഇത് ഫുള്ള് ഇവിടെ ലോണ്ടറി അല്ലേ? ഫുള്ള് ലോണ്ടറി ഏരിയ കേട്ടോ. ഇതിപ്പോ കാർഡ് 0.25 ആണോ ഒരു അലക്കലിന് മേടിക്കുന്നവര്? ഇതിപ്പം 0.25 ആയിരിക്കണം. ഓരോ സ്ഥലത്തും ഓരോ റേറ്റുകളാണോ. ഇവിടെ കുറവാണപ്പോ എനിക്ക് തോന്നുന്നു അല്ലേ? 25 രൂപ. ഇവിടെ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ കുളിമുറികൾ, ഷവർ 23-24 കുളിമുറികളുണ്ടോ. ഓരോ കുളിമുറി സെറ്റപ്പ് നോക്കിയാ. വണ്ടിയുടെ അടിഭാഗത്ത് ഇടണ മറ്റേ പ്ലേറ്റ് വെച്ചിട്ടുണ്ട്, സൈഡ് അവർ ക്രിയേറ്റ് ചെയ്തിരിക്കണോ നോക്കിയാ. സെറ്റപ്പ് ആയിട്ടില്ലേ? ഇതൊക്കെ കുളിമുറികളാടാ. നമ്മൾ വേഗം കാണിച്ചു പോണ്. ഒരുപാട് സാധനങ്ങൾ കാണിക്കാനുള്ളത് കൊണ്ടിട്ടാ. ഇതാണ് നമ്മൾ നേരത്തെ കണ്ട വണ്ടിയാന്ന് കൊണ്ടത്. ഏതോ വർഷം കാണിക്കില്ല. കൊക്കോള പറിച്ച കിട്ടുന്നുണ്ടോ. ഇങ്ങോട്ട് വന്നാലാണ് ലൈബ്രറിയും പരിപാടികളൊക്കെ ഇരുന്ന് മസാജൊക്കെ ചെയ്ത് റിലാക്സ് ചെയ്യാം. അതോടൊപ്പം തന്നെ ഇവിടെ പുസ്തകങ്ങൾ വായിക്കുക. ഇപ്പൊ ഫാമിലി ആയിട്ട് ട്രാവൽ ചെയ്യുന്ന ഡ്രൈവേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പിള്ളേർക്ക് ഇരുന്ന് എന്തെങ്കിലും ഡ്രോയിങ്ങോ അങ്ങനെയുള്ള ആക്ടിവിറ്റി. കിങ്സ് ജെയിംസ് ഇവിടെ കാർഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവർക്ക് മസാജും സംഭവങ്ങളൊക്കെ ചെയ്യില്ലേ. മറ്റേ മസാജ് മാത്രം ഇല്ലടാ, ഇവിടെ ഇരുന്നിട്ടുള്ള മസാജ് മാത്രമേ ഉള്ളൂ. അത് വേറെ കാര്യം. ബാർബർ ഡോക്ടർ തുറന്നു നോക്കി അപ്പോയിന്റ്മെന്റ് എടുക്കട്ടോ, അല്ലാണ്ട് കയറാൻ പറ്റില്ല. പിന്നെ മറ്റൊരു കാര്യം, നമ്മളിപ്പോ ഇതെല്ലാം കാണിക്കുന്നത് ഇവിടുത്തെ വെളുപ്പിന് 2 മണിക്കാണ്. അതുകൊണ്ടാണ് ഇതെല്ലാം ക്ലോസ് ചെയ്തിട്ടിരിക്കുന്നത്. കാരണം ഇതെല്ലാം ഓപ്പണിംഗും മിക്കപ്പോഴും രാവിലെ ആയിരിക്കും. നമ്മുടെ സമയം 2 മണി 2:07 നമ്മൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നുണ്ട്. ട്രക്കേഴ്സ് എല്ലാം സ്റ്റോപ്പ് ചെയ്ത് അതിനകത്ത് കിടന്ന് ഉറങ്ങുന്ന സമയമായതുകൊണ്ടാണ് ഇതെല്ലാം മറച്ചു വെച്ചേക്കുന്നത്, അടച്ചിട്ടിരിക്കുന്നത്. അതെ, ഇവിടെ നമുക്ക് റെസ്റ്റോറന്റ് സംഭവങ്ങളൊക്കെ ഉണ്ട്. എന്തെങ്കിലും ഒരു കാപ്പി കുടിച്ചാ തൊണ്ട രക്ഷിക്കട്ടോ. ഇത് പണ്ടത്തെ പമ്പ് ഇവിടെ വന്നിട്ട് ഡെമോ ചെയ്യാലേ അല്ലേ? ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഇതിന്റെ വലിപ്പം നമുക്കൊരു കുറച്ചൊക്കെ ഐഡിയ കിട്ടൂട്ടാ. ഇതുണ്ടാ നമ്മുടെ അടിഭാഗത്ത് നടന്നു പോയ ഏരിയകളിൽ കാണുന്നത് 67,000 സ്ക്വയർ ഫീറ്റ് ആണ് ലോകത്തിലെ ഏറ്റവും വലിയ ട്രക്ക് സ്റ്റോപ്പ് സ്ഥിതി ചെയ്യാനാ. നമ്മൾ ഇത്രയും നടന്നിട്ട് ഇതിന്റെ 2 ഫ്ലോർ കണ്ടിട്ടേ ഉള്ളൂ കേട്ടോ. ഇനി ഒരു ഫ്ലോറും കൂടെ കാണാനുണ്ട്. അവിടെയാണ് ഫുഡ് കോർട്ടും റെസ്റ്റോറന്റുകളും വേറെ കുറെ ട്രക്സും വണ്ടികളും എല്ലാം ഉള്ളത്.
ഡോക്ടറുടെ നമ്പറും സംഭവങ്ങളൊക്കെ ഇവിടെ കാർഡ് രൂപത്തിൽ വെച്ചിട്ടുണ്ടോ. ഒപ്പം മിഠായും വെച്ചിട്ടുണ്ട്. അത് വേറെ കാര്യം. അങ്ങനെ നമ്മൾ ചർച്ച് കാണണം നോക്കിയാൽ ഇതിൻ്റെ ഒരു ചർച്ച് ഉണ്ടല്ലോ. ബൈബിൾ വായിക്കാനും പരിപാടികൾക്കൊക്കെ ആയിട്ടുള്ള ഒരു എന്താ പറയാ സ്റ്റഡി ബൈബിൾ സ്റ്റഡി. ഒരു ക്രിസ്ത്യൻ കൺട്രി അല്ലേ, അപ്പം അതുകൊണ്ട് തന്നെ എല്ലാ ട്രക്ക് സ്റ്റോപ്പുകളിലും ഒരു ട്രക്കേഴ്സ് പ്രയർ ഏരിയ ഉണ്ടാവും. അമേരിക്കൻ ബാപ്റ്റിസ്റ്റുകളാണ് മെയിൻ. അപ്പൊ അതുകൊണ്ട് തന്നെ ചില ട്രക്ക് സ്റ്റോപ്പുകളിൽ ഒരു ട്രെയിലർ ചാപ്പലായിട്ട് സെറ്റ് ചെയ്ത സ്ഥലങ്ങളുണ്ട്. അതിന്റെ വേറെയാണ് കുരിശിന് മേലെ ടയറിന്റെ പാട് കൊടുത്തിട്ട് വേണ്ട. നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇപ്പൊ തല്ലോട്ടം വേറെ രീതിയിൽ പോയിട്ടോ. കുരിശിന്റെ മുകളിൽ ടയർ കൊടുത്തിട്ട് നോക്കിയാ എന്തായാലും നമ്മുടെ നാട്ടിലത് ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾ അവസ്ഥ ചോദിക്കുക. ഒരാളെ ജന്മം മൊത്തം തല്ലൂടാൻ വേണ്ടി മാറ്റിയേക്കേണ്ടവരുണ്ടോ. ഇതാണ് ബാർബർ ഷോപ്പ്. ബാർബർ ഷോപ്പ് തുറന്നിട്ടില്ല സുഹൃത്തുക്കളെ. എല്ലാ ഐറ്റംസ് ഉണ്ട് അവിടെ. ഗ്യാസ് കൊണ്ട് അടിക്കാനായിട്ടുള്ള പഴതാണ്. ഇത് നമുക്ക് എടുത്തു വേണമെങ്കിൽ നോക്കാം. ബ്രാസ് ഉണ്ടോ അല്ല അതിപ്പോ വില ഉണ്ടോ? 18 സെന്റ് പെർ ഗാലൻ. ആലോചിച്ച് നോക്കിക്കേ, ഒരു ഗാലൻ 18 രൂപ ഒരു ഗാലൻ. 3 ലിറ്ററിന് കപ്പിത്തന്നെ മേക്കണെങ്കിലും പണിയുണ്ട്. എളുപ്പല്ലേട്ടാ നാട്ടിൽ നമുക്ക് പോയാണേ. ഈ തിയേറ്റർ ഒരുമാതിരി എല്ലാ ട്രക്ക് സ്റ്റോപ്പുകളിലും ഉണ്ട് കേട്ടോ. 2-3 ടിവികളായിട്ട്. അപ്പം ട്രക്കേഴ്സിന് ഇഷ്ടപ്പെട്ട ചാനലുകൾ ഇരുന്ന് കണ്ട് അവിടെ ഇരിക്കാൻ സിനിമക്ക് ഇരുന്ന് കാണാം. ഇതിലേക്ക് ഈ സൈഡിലേക്ക് പോകുമ്പോൾ നമുക്കിത് പിള്ളേർക്കുള്ള ടോയ്സ് പരിപാടികളൊക്കെ ഒരു സൈഡിലുണ്ട് വിൽക്കുന്നുണ്ട്. ഇവിടെയാണ് റെസ്റ്റോറൻറ്റും പരിപാടികളൊക്കെയാണ്. ഇപ്പം എല്ലാം ക്ലോസ്ഡ് ആണെന്ന് തോന്നുന്നുണ്ട് എനിക്ക്. ചിലത് മാത്രമേ ഓപ്പൺ ആക്കിയിട്ടുള്ളൂ. ട്രക്കുകൾ വേണമെങ്കിൽ മേടിക്കും ചെയ്യാം നമുക്ക് അല്ലേ. അങ്ങനെയുണ്ട്. അന്നപ്പന്റെ കൈ ഒന്നും ഇവിടെ വെച്ച് ഷോക്കൊന്നും അടിക്കില്ലേ. അതെ പോണു. എടുക്കണു. ജീവനുള്ള ഒരു സാധനം പോലെ തോന്നുന്നില്ല. ജീവനുള്ള പോലെ ഇരിക്കണേ. പക്ഷെ എന്താ ഓരോ മാനസികമായി ആൾക്കാർ കീഴ്പ്പെടുത്തുന്ന സാധനങ്ങളുണ്ട്. 1947 മുകളിൽ വണ്ടിട്ടാ. പവർ വാഗൺ ഡോഡ്ജിന്റെ വണ്ടിയാടാ. ഇവിടെ ബൈജേട്ടനും നജീബിക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് കണ്ടന്റ് ഉണ്ട് കേട്ടോ. ഈ വണ്ടികൾ റിവ്യൂ ചെയ്തിട്ടാണ് പ്രാന്ത് പിടിക്കുന്നു പറയില്ലേ. നമ്മൾ വണ്ടി റിവ്യൂ ചെയ്യാത്ത ആളായതുകൊണ്ട് നമുക്ക് വലിയ എക്സ്പീരിയൻസ് ഇല്ല. നമ്മുടെ നാട്ടിലത്തെ ഈ വണ്ടി റിവ്യൂ ചെയ്യുന്ന ആൾക്കാർ അമേരിക്ക വന്നു കഴിഞ്ഞാൽ കണ്ടന്റിന്റെ പെരുന്നാളാട്ടാ. ഫോർഡിന്റെ വണ്ടി ഒരു ചായയും കാപ്പിയും കുടിച്ച് നമുക്ക് പയ്യെ യാത്ര തുടങ്ങാം. ഇത് ഇവിടുത്തെ ഒരു റെസ്റ്റോറന്റ് ആണ്. ഇതിനകത്തും വണ്ടിയല്ലേട്ടാ. ഏതാ കമ്പനി അറിയോ? ഇന്റർനാഷണൽ. നമ്മുടെ ട്രൈലൈനറും പീറ്റർബിൽറ്റും ഒക്കെ പോലത്തെ ഒരു ബ്രാൻഡാണ് ഇവിടുത്തെ ഇന്റർനാഷണൽ. ഇന്റർനാഷണലിന്റെ 1939 1964 നമ്മുടെ അയോവ 80 ഈ ഒരു ട്രക്ക് സ്റ്റോപ്പ് സ്റ്റാർട്ടായത്. 1964 ഏകദേശം 50 വർഷത്തിന് മേലെ കേട്ടോ. ഇവിടെ നല്ല റാപ്പ് പാട്ടൊക്കെ വെച്ചിട്ട് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതിരിക്കാം. പുലർച്ചെ 2:30 മാത്രം ബ്രേക്ക്ഫാസ്റ്റ്. 2:30 ആയിട്ടുള്ളൂ. നാളത്തേക്ക് അത് പറയുമ്പോ പറയണല്ലോ. അപ്പൊ ഇതാണ് നമ്മുടെ അമേരിക്കൻ സ്റ്റൈൽ ധാബ. നമ്മുടെ നാട്ടില് കിട്ടുന്ന പോലെ നമുക്ക് പൊറോട്ടയോ നമ്മുടെ നാടൻ ഫുഡുകളോ ഒന്നും ഇവിടെ കിട്ടിയല്ല. ഇതാണ് നമ്മുടെ ആകെയുള്ള ഓപ്ഷൻ. അപ്പൊ ബിസ്ക്കറ്റ് ആൻഡ് ഗ്രേവി എന്ന് പറയുന്ന ഒരു സാധനമാണ് ഇപ്പൊ നമ്മൾ സ്റ്റാൻഡപ്പിന് വേണ്ടിട്ട് ഓർഡർ ചെയ്തേക്കുന്നത്. നമ്മളും കഴിക്കുന്നുണ്ട്. എന്നാലും അങ്ങനെയല്ല സ്റ്റാൻഡപ്പ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ട്രക്ക് സ്റ്റോപ്പ് ഫുഡ് സ്ഥിരമാണല്ലോ. അപ്പൊ ട്രക്ക് സ്റ്റോപ്പ് ഫുഡ് സ്റ്റാൻഡപ്പിന് എന്റെ മുമ്പിൽ നിൽക്കുന്ന ചേച്ചി ഉണ്ടല്ലോ. ആ ചേച്ചി മെനു കാർഡ് കൊണ്ടുവന്നപ്പോ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് സോസേജ് മതി ചേട്ടാന്ന് പറഞ്ഞു. ഞങ്ങള് അങ്ങനെ ഉണ്ടായി. ഇവർക്ക് അറിയത്തില്ലാത്തതുകൊണ്ടാട്ടോ. ഇത് മിഡ് നൈറ്റ് അല്ലേ. മിഡ് നൈറ്റ് മെനു ഞാനവിടെ കണ്ടിട്ടുണ്ട്. ഞാനവിടെ കണ്ട സാധനം ഇവിടെ ഇല്ല. ഇവിടെ ഇല്ലാന്ന്. താങ്ക് യു. യൂട്യൂബ്. അവര് നമ്മളെ ആഫ്രിക്കക്കാരായിട്ട് കണ്ടത് അതോ ഇന്ത്യക്കാരായിട്ട് കണ്ടത്? ആഫ്രിക്കക്കാർ കഴിക്കണ പോലത്തെ ഫുഡാണല്ലോ നമുക്ക് വന്നിരിക്കണം അല്ലേ. പുഴുക്കാണോ ചേട്ടാ നിങ്ങൾ ഓർഡർ ചെയ്തത്? ചക്കര നമ്മൾ ഒരിക്കലും ആ കേസ് പറയുന്നുണ്ട്. ചെക്കൻ്റെ ഫുഡ് അമേരിക്കൻ ഒതന്റിക് ഫുഡ് ഓർഡർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് പുഴുക്ക് പുച്ഛം. ഓ ഹെവിയാണല്ലേ. ഹെവിടാ. വെറുതെ വർത്താനം പറയാൻ വേണ്ടി പറഞ്ഞല്ലോ. ഹെവി ഫുഡ്. ഈ ചാറ് കുറച്ചെടുക്കാം. ചെറിയ കഷ്ണം സോസേജിന്റെ മുക്കണ്ട. അതും കൂടി ഇത് നല്ല ടേസ്റ്റ് ഉണ്ട്. ഈ ഒരു കോമ്പിനേഷൻ സൂപ്പറായിട്ട്. കാരണം നമ്മൾ ഭക്ഷണം കഴിച്ച്
നല്ല ഭക്ഷണമായിരുന്നു, സൂപ്പർ ഭക്ഷണമായിരുന്നു. ഭക്ഷണം കഴിച്ച് നമ്മൾ ഇന്ന് ബിരിയാണി മേടിച്ചിട്ടാന്ന് പറഞ്ഞിട്ടായിരുന്നു പാത്തു. അപ്പം അത് കാരണം ഇന്ന് രാത്രി ആയാലും ബിരിയാണിക്ക് നമുക്ക് സമയം ബിരിയാണി അല്ല എന്ത് മേടിച്ചു കൊടുത്ത് നല്ല അടിപൊളി സൂപ്പർ യാത്രയായിരുന്നു. യാത്രയൊക്കെ അടിപൊളിയായിരുന്നു. ബിരിയാണി ഓഫർ ചെയ്തിട്ട് അവസാനം പുഴുക്ക് മേടിച്ചത് ചമ്പി. സ്പീക്കറുള്ളത് ജെബിയിലാണത്. ഇനി $29 കേട്ടോ. അങ്ങനെ ഉള്ളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ലോകത്തിലെ ഏറ്റവും വലിയ ട്രക്ക് സ്റ്റോപ്പിൽ നിന്ന് വണ്ടിയൊക്കെ കാണുമ്പോൾ പോതാ ചെയ്യണം കേട്ടോ. ട്രക്ക് സ്റ്റോപ്പിൽ നിന്ന് പതുക്കെ പുറത്തേക്ക് ചാടണം കേട്ടോ. -17 പുറത്തത്തെ ടെമ്പറേച്ചർ വരണം കേട്ടോ. നമ്മൾ ട്രക്ക് സ്റ്റോപ്പിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങണ്ട. ഓ തണുപ്പെന്ന് പറഞ്ഞാണ്ടല്ലോ. നിൽക്കണ ഫ്രണ്ട് സൈഡ് എന്ന് പറഞ്ഞാൽ അപ്പുറത്തെ ഏരിയ കേട്ടോ. അപ്പം നമ്മുടെ ഈ ഒരു സാധനം കണ്ടിട്ട് സാൻഡപ്പൻ എന്നാ തോന്നണേ? സാൻഡപ്പൻ പുറത്തുനിന്ന് കണ്ടപ്പോൾ വിചാരിച്ച പോലെ ആയിരുന്നു ഇത്. നമ്മളെല്ലാ ട്രക്ക് സ്റ്റോപ്പിൽ പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ തപ്പി പോകാറുണ്ട്. അപ്പോൾ ഞാൻ കുറേ എക്സ്പെക്റ്റ് ചെയ്തിരുന്നു. ഇവിടെ അതിനേക്കാളും അൾട്ടിമേറ്റ് ആണ് എക്സ്പെക്റ്റേഷൻ്റെ പീക്ക് എന്ന് പറയില്ലേ. നമ്മൾ എന്ത് എക്സ്പെക്റ്റ് ചെയ്തോ അതിന് 50-100 ഇരട്ടി കേട്ടോ. ഇതിന് അയോവ 80 എന്ന ഈ ലോകത്തിലെ ഏറ്റവും വലിയ ട്രക്ക് സ്റ്റോപ്പിൻ്റെ ഫ്രണ്ട് സൈഡ് കേട്ടോ. ശരിക്കും പറയുമ്പോഴത്തേക്കും ഈ അയോവ 80 എന്ന് പറയുന്ന ബ്രാൻഡിന് അവർക്ക് ഏകദേശം 4ഓളം ട്രക്ക് സ്റ്റോപ്പുകൾ ഉണ്ട് കേട്ടോ. 4 80 എന്ന് പറയുന്നത് ഈ കടന്നു പോകുന്ന ഹൈവേ 80 ഇന്റർസ്റ്റേറ്റ് 80 എന്ന് പറയുന്ന ഹൈവേ ആയതുകൊണ്ടാണ് ഇത് അയോവ 80 എന്നറിയപ്പെടുന്നത്. അതുപോലെ ജോപ്ലിൻ 44 എന്ന് പറഞ്ഞാൽ ഇന്റർസ്റ്റേറ്റ് 44-ല് ജോപ്ലിൻ എന്ന് പറയുന്ന സ്ഥലത്ത് വേറൊരു വലിയൊരു ട്രക്ക് സ്റ്റോപ്പ് ഉണ്ട്. അവിടെ ഇതുപോലെ വേറെ കളറൊക്കെ ആയിട്ടുള്ള പല ട്രക്കുകളും കാര്യങ്ങളും എല്ലാം. ഇവിടെ ശരിക്കും പകല് വരാണെങ്കിൽ കുറേ ട്രക്കുകൾ നമുക്ക് പരിചയപ്പെടുന്നുണ്ടാ. ഈ രാത്രി കാരണം നമ്മൾ ട്രക്കിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ അവരെങ്ങനെ പ്രതികരിക്കും നമുക്ക് അറിയാൻ പറ്റില്ലട്ടാ അല്ലേ. രാത്രിയൊക്കെ നമ്മൾ ട്രക്കിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ 5 ദിവസം ട്രക്ക് എന്ന് പറയുന്നോടത്തിൽ നിർത്താത്തതിനുള്ള ദേഷ്യമാണോ ഈ രാത്രി -17 ഇട്ട് നടത്തിക്കുന്നത്? തീവണ്ടി അഞ്ച് പോണ പോലെ ലോകത്തിൽ ഇത്രയും കൂടുതൽ പോകാതെ നമ്മളൊന്ന് പോകണട്ടാ. നമ്മുടെ വണ്ടിയിൽ തൊട്ടപ്പുറത്ത് ഒരു ക്ലാസിക് വന്നിരിക്കണ്ടട്ടാ. ചിന്തിക്കാൻ പറ്റാവൂ കേട്ടാ. പീറ്റർ ബെൽറ്റിൻ്റെ ആണോ ക്ലാസിക് ഓണാക്കിയിട്ട് അവർ കിടന്ന് ഉറങ്ങാന്നുള്ളിൽ ഏക സാധനം. കൈ തണുപ്പല്ലേട്ടാ. കൈ എങ്ങനെയുണ്ട്? എനക്കാൻ പറ്റില്ലേ? ഫ്രോസൺ ആയില്ലേ? എന്തായാലും അയോവ 80 നമ്മൾ മാക്സിമം പിടിച്ചു. നമുക്ക് ഹെഡിങ് ടു ചിക്കാഗോ. ഇതിൻ്റെ മാസ്മരിക ദൃശ്യങ്ങൾ നിങ്ങൾ ഡ്രോണിൽ കണ്ടിട്ടുണ്ടാവും. എന്നാലും നമ്മൾ പോണ വഴിക്ക് കാണാം കേട്ടോ. പലതരം വെറൈറ്റി ട്രക്കുകൾ നമ്മൾ കാണുന്നത്. ഏത് ബ്രാൻഡിൻ്റെ ഒക്കെ വേണോ എല്ലാ ബ്രാൻഡിലും ഉണ്ട്. അതേ വോൾവോ കിടക്കണൊക്കെ ക്ലാസിക് നിൽക്കണൊക്കെ ഫുൾ ഐസിൽ മുങ്ങി പോയിട്ടവൻ ഏത് സാധനം നോക്കിയേ. ഇനി ഞാൻ അങ്ങോട്ട് വരും കേട്ടോ. സാധനങ്ങളൊക്കെ മേടിക്കാൻ വരും. തീർച്ചയായിട്ടും വരണം. നമുക്ക് ഇനിയും കറങ്ങണം. മറ്റു പല വണ്ടികളും എന്നെ ഇനി കൊണ്ടുപോകും ഉറപ്പായിട്ടും. സാൻഡപ്പൻ ഓൾവേസ് വെൽക്കം. അത് കൂടാതെ നമ്മുടെ 589 എടുത്തു കഴിയുമ്പോഴത്തേക്കും ആ ക്ലാസിക് വണ്ടിയിൽ ഒരു ഡ്രൈവിന് ഉണ്ടാവും. പിന്നെ ഫുള്ള് ലൈറ്റ് ഓണാക്കി കിടന്നു. ലൈറ്റ് ഓണാക്കി കിടന്ന് ഉറങ്ങുള്ളൂ. ഉറങ്ങണ ഡ്രൈവർ വണ്ടി ഓണാക്കിയിടും. നമ്മുടെ നാട്ടിൽ ഈ വണ്ടി ഓണാക്കിയിട്ടിപ്പോൾ മരിച്ചു പോവും, AC പ്രശ്നം വരും എന്നൊക്കെ പറഞ്ഞത് അത് തിരുവനന്തപുരം വർക്ക് ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിനെ പറ്റി അറിയുന്ന വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞോളൂ. നമ്മൾ വണ്ടിയിൽ AC ഓണാക്കി കിടന്ന് ഉറങ്ങുമ്പോൾ മരിക്കും എന്ന് പറയുന്നുണ്ട്. എനിക്കറിയില്ല അത് യാഥാർത്ഥ്യമാണോ എന്താന്നുള്ള കാര്യം. എന്തെങ്കിലും ടോക്സിക് ആയിട്ടുള്ള ഇവിടെ എല്ലാവരും ട്രക്കിൻ്റെ ഉള്ളിൽ വണ്ടി ഓണാക്കി AC ഇട്ട് കിടന്ന് ഉറങ്ങിയിട്ട് രാവിലെ എനിക്ക് പോവുക ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഏകദേശം 250 കിലോമീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ഉള്ള ശല്യം തീരും. സാൻഡപ്പനെ അവിടെ ഡ്രോപ്പ് ചെയ്ത് പോകാന്നുള്ളത് വലിയ വിഷമമാണ്. എന്നാലും 220 കിലോമീറ്ററിലാണ് സാൻഡപ്പനെ ഡ്രോപ്പ് ഓഫ് ചെയ്യേണ്ട ലൊക്കേഷൻ. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് ഏകദേശം 1000 കിലോമീറ്ററും കൂടെ ഓടിച്ചാലേ നമ്മുടെ ടൊറന്റോ 1000 കിലോമീറ്റർ ഉണ്ടല്ലേ? 1000 കിലോമീറ്റർ ആണ് അവിടെ നിന്നുള്ളത്. ഒന്ന് കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും ചിക്കാഗോ എത്തിയിട്ടാ. നല്ലൊരു ഉറക്കം കിട്ടി. നമ്മൾ പുലർച്ച ഇറങ്ങി ഷൂട്ട് ചെയ്ത കാരണം ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ലടാ. അപ്പോൾ അതൊക്കെ സൂര്യനെ ഉദിച്ച് വരുന്നുണ്ട്. നമ്മളെ വിട്ട് നമ്മുടെ ചങ്ങന്മാർ പോണ സമയം അടുത്തുടങ്ങിയിരിക്കുകയാണ്. ഞാൻ എവിടേക്ക് പോകണമെന്ന് ഇപ്പോഴും തീരുമാനമാക്കിയില്ല. അതിൻ്റെ വീഡിയോയിൽ വിളിക്കണം. പതുക്കെ ഇത് കുളിച്ചിട്ടിറങ്ങാം. കുളിച്ചിറങ്ങാം അല്ലേ? കുളിച്ച് ഫ്രഷ് ആയിട്ട് അങ്ങ് തിരിഞ്ഞേക്കാം. എന്തായാലും ഹൗസിലേക്ക് വരണം. അപ്പോൾ ഒന്ന് രാവിലെ കുളിച്ച് പിള്ളേരെ വിടണ ഒരു വിഷമമുണ്ട് കേട്ടോ. സത്യമായിട്ടും 2-3 ദിവസം കൊണ്ട് നമ്മളിപ്പോ ഭയങ്കര ബോണ്ടായി കേട്ടോ. നല്ല അടിപൊളി. ഇനി തുടങ്ങാൻ പോകണ്ടായിരുന്നല്ലോ അല്ലേ? ഉണ്ടാകുന്ന എക്സ്പീരിയൻസ് ട്രാവലിസ്റ്റ് ടീമിന്റെ കൂടെ നല്ല അടിപൊളി വൈബായിരുന്നു. ഇപ്പൊ രണ്ടുപേരും പറഞ്ഞേ പറ്റൂ. അല്ല, രണ്ടുപേരും കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആയതുകൊണ്ട് തന്നെ ഇപ്പം സാൻഡപ്പനെ പോലെ ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാൾ നമുക്ക്
പുതിയ പുതിയ കാര്യങ്ങളും അങ്ങനെ തന്നെ. അപ്പം അതൊക്കെ കണ്ട് പഠിക്കാനും അവരുടെ എക്സ്പീരിയൻസുകളിൽ നിന്ന് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനും ഒക്കെ നമ്മൾക്ക് പറ്റി. താങ്ക് യു. അതിനേക്കാളൊക്കെ ഇവര് നല്ലൊരു ഫ്രണ്ടിനെ കിട്ടി കേട്ടോ. ഈ പറഞ്ഞ പോലെ യാത്രകളിലൂടെ കിട്ടുന്ന ബന്ധങ്ങൾ എപ്പോഴും നിലനിൽക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ അഡ്ജസ്റ്റ്മെന്റും എല്ലാ പ്രശ്നങ്ങളും തരണം ചെയ്തിട്ടാണ് യാത്ര ചെയ്യുന്നത്. അപ്പോൾ സ്റ്റാൻഡപ്പിന് ഒഫീഷ്യലി ഞങ്ങൾ കാനഡയിലേക്ക് സ്വാഗതം ചെയ്തിരിക്കുകയാണ്. കൂടുതൽ പവറുമായിട്ട് കാനഡയിലെ വീഡിയോകളിൽ കൂടെ നമ്മൾ വീണ്ടും അപ്പിയർ ചെയ്യുന്നതായിരിക്കും. അതെ അതെ. അപ്പോൾ എന്തായാലും ഒന്ന് കുളിക്കാം. അപ്പോൾ നമുക്ക് നമ്പർ കിട്ടി. നമ്പർ നമ്മുടെ ഷവർ 2 കേട്ടോ. ഷവർ 2 നമ്മുടെ നമ്പർ അടിച്ചു കൊടുത്താൽ ഞങ്ങൾക്ക് അറിയാം കേട്ടോ. 08188 അങ്ങനെ തുറന്നു കഴിഞ്ഞാണ്ടല്ലോ അത് നമുക്ക് വേണ്ടിയിട്ടുള്ളൊരു ജാലൊക്കെ എന്തെങ്കിലും തുറന്നിടാം. നമുക്ക് ബാത്റൂമിൽ ഇതുണ്ടാവും, എല്ലാ ഐറ്റംസും ഉണ്ടാവും. നല്ല വൃത്തിയിലുള്ളത് നല്ലൊരു കുളിമുറി ഉണ്ട്. അങ്ങനെ നമ്മൾ കുളി കഴിഞ്ഞ് കാപ്പിക്ക് ഇട്ടിരിക്കുന്ന നേരത്ത് നമ്മുടെ അടുത്തൊരു സബ്സ്ക്രൈബറെ കണ്ടിരിക്കാൻ സുഹൃത്തുക്കളെ. പേര് ഷിൻജോയ് വർഗീസ്. പേരൊരു ചൈനീസ് നെയിമാണല്ലോ. നാട്ടിലെവിടെ? ഇടുക്കിക്കാരനാണ്. അടിപൊളി അടിപൊളി. നിങ്ങളപ്പോൾ ഇവിടെ ട്രക്ക് തന്നെ എവിടെ? ഒറിഗൺ. ഓക്കെ ഓക്കെ. എത്ര പേര്? നിങ്ങളപ്പോൾ മലയാളികൾ തന്നെയാണോ ടീം? ഓക്കെ ഓക്കെ. കാനഡയിൽ നിന്ന് വരണാണോ? US എവിടെ? US എവിടെ? ചിക്കാഗോ. കുറേ ട്രക്ക് ഡ്രൈവേഴ്സ് എന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പോൾ രണ്ടാമതൊരാളെ കാണാനും നമ്മുടെ സബ്സ്ക്രൈബറെ കാണാനും പറ്റിയ സന്തോഷം. ഏതാ വണ്ടി നിങ്ങളുടെ? ഏതാ റെഡല്ലേ? ആ ആ അടിപൊളി. നമ്മള് ഇപ്പൊ മറ്റേ ഏറ്റവും വലിയ ട്രക്ക് സ്റ്റോപ്പൊക്കെ എടുത്തിട്ട് പറഞ്ഞേ മറ്റേ ഇതിനെ കാണാത്തൊരു വണ്ടി കണ്ടല്ലോ, വോൾവോ. നമസ്കാരം. സ്റ്റാൻഡപ്പൻ ആഷിഖ്. നാട്ടിലെവിടെ? കോട്ടയം. അച്ചായമാരാണ് ഇപ്പോൾ എല്ലാവരും. വോൾവോ. ആ ഇതിൻ്റെ അകം വേറെ വ്യത്യസ്തമായ ഒരു ഇതാണല്ലോ അല്ലേ. ഇവിടെ ഒരു ചെറിയ കറിവുണ്ട്. നമ്മുടെ വണ്ടി പിന്നെ പ്ലെയിൻ ആണോ അല്ലേ? ഇത് പുറത്തേക്ക് ചാടാതിരിക്കണോ നെറ്റ്? ബ്രേക്ക് പിടിക്കുമ്പോൾ അതിട്ടില്ല കിടക്കണമെന്നല്ലേ? മോള് 2 പേർക്ക് എടുക്കാൻ പറ്റുന്നോ? 2 പേർക്ക് എടുക്കാം അല്ലേ? സൗകര്യങ്ങളൊക്കെ സെയിം തന്നെ അല്ലേ? ഇത്തിരി വലിപ്പമുള്ള ഫ്രിഡ്ജാണ്. നിങ്ങൾ 2 ട്രെയിൻ ഉണ്ടല്ലേ? ഇത് എത്ര നീളം? ടോട്ടൽ എത്ര നീളം? പക്ഷെ 2 ആയിട്ട് വന്നു. പക്ഷെ ഇത് ഇത്തിരി ഈ 2 സ്പ്ലിറ്റ് മറ്റേ ഓടിക്കുമ്പോൾ ഇത്തിരി ഡേഞ്ചർ ഉണ്ടെന്ന് തോന്നുന്നു. ആടാൻ ചാൻസ് ഉണ്ട്. നമ്മള് നമ്മൾ ഈ കൂട്ടുകാരന്മാരൊക്കെ വിട്ട് പോവാന്ന് പറയില്ലേ, ആ ഒരു ഫീലിങ്ങനെ കിട്ടണടാ. അല്ലാണ്ട് ലോറി ജീവിതം അവസാനിപ്പിച്ച് പോകണ മൂഡ് കിട്ടണില്ല. എന്തായാലും അതൊരു കാലം ജീവിതത്തിൽ അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയില്ലേ. നമ്മളിങ്ങനെ പെട്ടി ഒതുക്കണ കേസിനെ പറ്റി ആലോചിക്കുമ്പോൾ തന്നെ ഒരു എയിമില്ല. അതിന് എന്നെ ഇവിടെ കൊണ്ടുപോട്ടോ പോരെ. ഓൾവേസ് വെൽക്കം. നടക്കുമ്പോൾ നെഞ്ചിടിക്കുക ചെയ്യണട്ടോ. അതൊരു മറ്റേ പഞ്ചിന് വേണ്ടി പറഞ്ഞതല്ലേടാ, റിയൽ ആയിട്ടുള്ള കാര്യമാണ്. ഏതാ? തന്ത വൈബാവോ? ട്രാവൽസിലൂടെയുള്ള 5 ദിവസത്തെ പരിപാടികൾ. ക്യാമറ ഓഫ് ആക്കിയിട്ടുള്ളത്. അതെ, ഓഫാക്കിയുള്ള മാത്രം പരിപാടികളുള്ളതാണ്. ഭയങ്കര സന്തോഷം. ഉഷാറാക്കിട്ട് പോയി. ഉഷാറാക്ക്. കോഴിക്കോട് ഭാഷയാണ് ഉഷാറാക്ക്. മത്തുകുട്ടി ഓക്കെ, സന്തോഷം.
താങ്ക് യു പറയാനില്ലേ, അതൊക്കെ ജസ്റ്റ് ബിഗിനിങ് ആയ കാരണം നമ്മൾ ആ താങ്ക് യു പറയാനുള്ള ബന്ധങ്ങളൊക്കെ കഴിഞ്ഞു. അതെ അതെ, ക്ലോസ് ഫ്രണ്ട്സ് ആയി. അപ്പൊ നമ്മുടെ വീഡിയോസ് എല്ലാം നിങ്ങൾ കാണണം. നമ്മുടെ വൈബൊക്കെ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ അടിയിൽ നിങ്ങൾ നമ്മുടെ പേര് ഹൈവേ ലോക്സ് എന്നുള്ള കമന്റ് ചെയ്യണം. ലോറി ജീവിതം ഒരു തന്ത വൈബല്ല, യൂത്ത് വൈബാന്ന് തെളിയിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ എന്തായാലും ഇവർ രണ്ടുപേരാണ് അതിൻ്റെ മെയിൻ ആൾക്കാർ. അപ്പോൾ ഹൈവേ ലോക്സ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലും ഇൻസ്റ്റാഗ്രാമും ഒക്കെ നിങ്ങൾ നമ്മുടെ വരവറിയിക്കണം, പോയി എല്ലാവർക്കും സബ്സ്ക്രൈബ് ചെയ്യണം. ഒപ്പം സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരെ, ഇവരെ വീഡിയോസ് നിങ്ങൾ കാണണം. നിങ്ങളൊരു വണ്ടിപ്രാന്തനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ധൈര്യമായിട്ട് പൊക്കോ, നമ്മുടെ ഗ്യാരണ്ടി എല്ലാവിധ റേഞ്ചിലുള്ള സാധനങ്ങൾ കിട്ടും. നമ്മളൊക്കെ 2-3 വീഡിയോ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പരിപാടി കഴിഞ്ഞു, അടുത്ത കണ്ടന്റ് കയറി പോകും. പക്ഷെ വണ്ടിപ്രാന്തുള്ള ആൾക്കാർക്ക് നിൽക്കാം അല്ലേ. പിന്നല്ല ഹൈവേ ലോക്സ്. ക്യാമറാമാൻ അർജുനോടൊപ്പം മാറ്റി. സിദ്ധിട്ടൊക്കെ നമ്മുടെ ചങ്കായി മാറിയിട്ടാ. അങ്ങനെ എല്ലാ യാത്രയ്ക്കും അവസാനം ഒരു യാത്രയപ്പുണ്ടല്ലോ കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് അടുത്ത യാത്രയ്ക്കുള്ള ആൾക്കാരെ എന്താണെന്ന് അറിയണം. നമ്മൾ ടിക്കറ്റും ഫ്ലൈറ്റും ഒന്നും കൺഫേം അല്ല, നോക്കാം. അപ്പോൾ നമ്മൾ ബാക്ക് ടു നമ്മുടെ പുലിയുടെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. പുലി ഇവിടെ പവറിൽ നിൽക്കുന്നതാണ്. ഫുൾ ഐസ് ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കണല്ലോ അല്ലേ. ഫുൾ ഐസ് ഭയങ്കര തണുപ്പായിരുന്നു രാത്രി തൊട്ട് അല്ലേ. 17 ഡിഗ്രി 19 ഡിഗ്രി ആയിരുന്നു.